അങ്ങനെ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് സൺഡേ ആണ്. ഇന്ന് മഴ കുറച്ച് കുറവാണ് കേട്ടോ. രാവിലെ നടന്നു കളിക്കുന്നുണ്ട്. അതെ ഹായ്. അപ്പൊ ഇന്ന് വെച്ചാല് രാവിലെ മഴയെല്ലാം കുറവുണ്ട്. അതുകൊണ്ട് ഇന്ന് തുണി ഉണക്കല്ലാന്ന് പരിപാടി. രാവിലെ ഒരു ദിവസം പെയ്യൽ വന്ന ഇതന്നെ പരിപാടി. അപ്പൊ ഇന്ന് വെച്ചാൽ എല്ലാവരും സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി അല്ല, കുറേ നാളുകള് ആയി നമ്മൾ ആക്കിയിട്ടില്ല. അതെ, വീട്ടിലാക്കിയിട്ടില്ല. അങ്ങനെ നമ്മള് കഴിക്കലുണ്ട്, പക്ഷെ എങ്കിൽ വീട്ടിൽ നിന്ന് ആക്കിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. പറഞ്ഞാളെല്ലാം മുറിക്കുന്നല്ലാണ്ട് അതെ, കേക്ക് ഇങ്ങനെ അങ്ങനത്തെ കേക്കല്ല, നമ്മളൊരു പാൻ കേക്ക് പോലത്തെ ഒരു വെറൈറ്റി കേക്കാണ്. അപ്പൊ ഞാൻ അനൂട്ടിയാണ് ഇത് കാണിച്ചു കേട്ടോ, ഇതുപോലെ ആക്കിയാലോ മാമി. അത് സംഭവിച്ചു നമുക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം ആദ്യം മാമീനെ കൊണ്ട് കാണിക്കുന്നത്, അത് ആക്കി കിട്ടിയാൽ മാട്ടല്ല. അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ ഇന്ന് അതുപോലത്തെ ഒരു കേക്ക് ആക്കാന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടി എല്ലാ വിചാരിച്ചിന്റെ അടുത്ത് പറഞ്ഞ സാധനം ഹെൽത്തി കേക്കാണ്. അതെ, ഹെൽത്തി കേക്കാണ്. ഡയറ്റെല്ലാം ഉള്ളോണ്ട് വരുന്നുണ്ട്. നമ്മള് ഡയറ്റ് അല്ലല്ലേ എല്ലാരും, അതുകൊണ്ട് പിന്നെ ഡയറ്റ് ഇല്ലാത്തവർക്കൊന്നും ഈ കേക്ക് കഴിച്ചൂടാ. മധുരമില്ലാതെയാ? മധുരണ്ട്, അത് ചെറിയ മധുരം ഇടുപ്പാ. കവിന്റെ പണ്ടൊരു കേക്കാക്കിന് കവി പച്ചക്കറിന്റെ, അതോട് കൂടിയിട്ട് ഉപ്മാവാക്കി നിർത്തി. അതെ അതെ, അത് വെച്ചാൽ എല്ലാ കേക്കും ആക്കി, കൈതച്ചക്കയിലാക്കി, ചക്കയിലാക്കി, എല്ലാം മാങ്ങയില് റെഡ് വെൽവെറ്റ് ആക്കി ആപ്പിള് ഉണ്ടായി പോയി. അല്ല, ഇനി ആക്കാനൊന്നും കേക്ക് ആക്കിട്ടില്ല. നെല്ലിനെ കൊണ്ടൊരു കേക്ക് ആക്കിയത്. നെല്ലുണ്ട്, അരിയാക്കി, അരിനെ കൊണ്ട് കേക്ക് അധികല്ലേ ചേട്ടാ? ലാസ്റ്റ് പച്ചക്കറി കൂടി നോക്കിയേക്കാ. പച്ചക്കറിയോട് കൂടി പറഞ്ഞു ഇനി മേലാലയുടെ കേക്ക് വേണ്ടവർ. കാരണം പച്ചക്കറി നോക്കുമ്പോ ഉപ്മാവ് പോലെ. നമുക്ക് പോയി കേക്കിലെ പരിപാടിക്ക് നോക്കാം അല്ലേ? നിങ്ങൾ രണ്ടാളല്ലേ വേണ്ടു, ഞാൻ റിസോർട്ട് നോക്കോളൂ. തിന്നാനും നമ്മൾ രണ്ടാളെ പോരെ. ചേച്ചി റിസോർട്ട് നമുക്ക് എളുപ്പമല്ലേ, കേക്കാക്കാൻ പണിയല്ലേ വെച്ചിട്ട് പോകുന്നത്. ചേച്ചീന്റെ ഇടപാട് എളുപ്പമാണ് കണക്കിന്. എന്റെ മോൻ ആർക്കോ പൂ കൊടുക്കാൻ കൊണ്ട് പോകുന്നുണ്ടേ. ഹലോ, ആർക്കാ പൂ കൊണ്ട് കൊടുക്കുന്നേ? അപ്പൊ നമ്മള് മൈദേന്റെ പകരം നമ്മൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി അളവ് എടുക്കലാണ്, ഒരു ഗ്ലാസ് അളവ്. അങ്ങനെ അതിനനുസരിച്ചിട്ട് അളവ് എടുക്കണല്ലോ. അപ്പൊ ഗോതമ്പ് പൊടി നമ്മൾ അരിച്ചിട്ട് നല്ല നൈസ് പൊടി എടുക്കും. അതിനട്ടാ കൊറേ നാളായില്ലേ കേക്ക് ആക്കിട്ട്. അപ്പൊ അതിന്റെ എല്ലാം ഇത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് എന്നാന്നുള്ളത് ടച്ച്. പഞ്ചസാര പൊടിക്കലാണ്. പൊടി ഇങ്ങനെ ആക്കലാമോ? അത് നമ്മൾ പണ്ടേ പറയും. പഞ്ചസാര കൈക്കറി വീട്ടിലേക്ക് കയറ്ററ് എന്നല്ല വിചാരിക്കേ. പക്ഷെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആക്കാനും തിന്നാനെങ്കിൽ ഇത് ആവശ്യം പെടുന്നുണ്ട്. എന്നാ വേണ്ടത് ഒഴിവാക്കാൻ വിചാരിക്കുമ്പോ ഉണ്ടാവും ഇത് ആവശ്യം വരുന്നത്. ഇപ്പൊ എപ്പോഴും നമ്മള് പഞ്ചസാര ഒഴിവാക്കിയേട്ടാ. ഇപ്പൊ ഇന്നിപ്പോ കേക്കിന് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം എടുത്തില്ല. വിഷുട്ടാ നല്ല ചോറും കളിയാന്നാട്ടാ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നല്ല അടിപൊളി ഗോതമ്പ് പൊടി, നല്ല അരിച്ചെടുത്ത ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ളത് പഴം, മുട്ട, പിന്നെ ന്യൂട്ടല്ല, പിന്നെ പഞ്ചസാര പൊടിച്ചത് ഇടുന്നുണ്ട്. ഇത്രയല്ലേ? കൊക്കോപ്പൊടി, വിജോട്ട കൊക്കോപ്പൊടി വാങ്ങാൻ പോയിന്. അത്രല്ലേ വേണ്ടു? അത്രേ ഉണ്ട്. അപ്പൊ നമുക്ക് ആടുന്നാക്കെ നമ്മളെ മൂവിങ് കിച്ചൺ അല്ല, മോഡേൺ കിച്ചൺ അല്ല, എന്തോ കിച്ചൺ ഇത് എന്തോ ഒന്ന് മറന്നുപോയേട്ടാ. അപ്പൊ ആ കിച്ചനാന്ന് ഇത്. നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ഉരുട്ടൽ കിച്ചൺ. അപ്പൊ ഇതെല്ലാം സാധനം നമ്മൾ ഉരുക്കി വെക്കട്ടെ. ഗോതമ്പ് പൊടി എടുത്ത്, പഴം, പിന്നെ പഞ്ചസാര പൊടിച്ചതും,
പിന്നെ ഇനി വേണ്ടത് കുട്ടിയും കൊക്കോ ചക്ക പറിക്കാൻ പോയ ആള് വന്നിട്ടുണ്ട്. ചക്ക എത്ര കഴിഞ്ഞ മോളെ വീണതിന്റെ എനിക്കത് കണ്ടിട്ട് എന്തൊരു പോകുമ്പോ അമ്മമ്മേന്റെ മുഖത്ത് ഒരു വാടിച്ചിണ്ട്. ചക്ക വന്നപ്പോഴാണ് അമ്മമ്മേന്റെ മുഖം നോക്കിയിട്ട്. അയ്യോ അങ്ങനെയല്ല മോളെ തീർന്നില്ല മോളെ. എന്നാലും അതിന്റെ മുകളിൽ 5-6 ചക്ക ഉണ്ടല്ലേ മുകളിലാണ് കാണുന്നില്ല. സഹിക്കാൻ കഴിയാതെ കൊത്തി നോക്കി അപ്പൊ പഴുത്തിന്. റോബസ്റ്റോ ആണല്ലേ ഇത്? റോബസ്റ്റോ പൂവമ്പഴം എടുക്കാം. അങ്ങനെ പറ. അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ പകുതി ഞാൻ തിന്നാന്നാ വിചാരിക്കുന്നു. അത് നടപടി ആവുമോ നോക്കണ്ട. കണ്ടാ നമുക്കെന്തും കഴിക്കാനാകില്ലേ നമ്മളെ ഈ എന്നിട്ട് ഇപ്പൊ കഴിക്കാൻ ഇന്ന് ഞായറാഴ്ച ഇന്ന് മാറ്റി നമ്മളല്ലേ. ഇന്ന് പുതിയതായിട്ടല്ലേ ഇന്നറ് ഞാൻ ഇട്ടിട്ടല്ലോ എനക്ക് ഊരണ്ടേ മാവനെടുത്തേ. അതാ എളുപ്പ വഴി. നീ ഊരിട്ടില്ലല്ലോ? ഇല്ല നേരത്തെ ഊരുണ്ടേ? അതെ ക്യാമറ. നമ്മളെ ക്യാമറ കൊടുത്തു കേട്ടാ. അതെ അതുകൊണ്ട് മാമൻ ക്യാമറയിലും ഞാൻ ഫോണിലും. എടുക്കാൻ പഠിക്കലാണ്, പഠിച്ചില്ല. പഠിച്ചു വരുന്നു. ക്യാമറ കേട്ടോ. നമ്മളെ ശലിച്ചും വരട്ടെ നീരത്ത് വരിക. മൂട്ടല കൊള്ളൻ. ഇതിന് കേക്ക് നിട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. യമ്മി യമ്മി. ആദ്യം നമ്മൾ ബറ വെച്ചിട്ട് അളവ് എടുക്കുക എങ്ങനെയാണ് എന്നുള്ളത്. ഇതാ അപ്പൊ ഇനി നമുക്ക് പൊട്ടിക്കാം. ഓ ഒരു സ്പൂണ് ന്യൂട്രല്ല എടുക്കാം നമുക്ക്. പറ്റുന്നേ മതി. അനുവിന് ഇത് എടുക്കുമ്പോ ഭയങ്കര വേദന എടുക്കുന്നുണ്ട് തോന്നുന്നു. മതി. പല്ലിങ്ങനെ കോടുന്നു. രണ്ടിട്ടോ കൊടുക്കാലേ? രണ്ടെടുത്തോ. രണ്ടധികം പോയില്ല. ഇല്ലപ്പാ അറിയാവൂലേ? ഇത് കണ്ട് നോക്കല. അത് ഒന്ന് ഒരിക്കൽ ആക്കുന്ന കണ്ടാ പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കാം. അതെ. ഇനി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. കാണികൾ. അപ്പൊ അങ്ങനെ നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ന്യൂട്രല്ല മാമന്റെ ന്യൂട്രല്ല മാമൻ ന്യൂട്രൽ ഇടുന്ന കാണിക്കും. ശരിയാ. ഇതിന് കുറച്ച് കൈപ്പുണ്യം ഇട്ടിട്ടുണ്ട് ഇപ്പൊ. ഞമ്മളൊന്നും ഇട്ടില്ലല്ലോ അല്ലെ? എന്തായാലും ഈ ഭാഗത്താ തോന്നുന്നു കേൾക്കണേ. പൊക്കളായിട്ട് ഈ ഭാഗത്തേക്കാ. ഇനി ഇത് പൊന്തി വരും. ഇനി അടുത്ത പരിപാടി നമുക്ക് ഗോതമ്പൊടി ഇല്ലേ? എല്ലാം ഒന്നിച്ച് തന്നെ പിന്നെന്താ ചെയ്യും? പഞ്ചസാര ഇട്ട് ഇളക്കൽ ഞാനാ. നിങ്ങളല്ലേ ഇളക്കുന്നതില് മതിയും തോന്നുന്നു. നമ്മള് പഞ്ചസാര ആയിട്ട് ഇനി ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പൊടി ഇട്ട് നല്ലോണാക്കി കട്ടിയാന്നിട്ടാ. വേറെ വെള്ളം ഒഴിക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ അതില്. വേറെ വെള്ളം വേണ്ട. കൊക്കപ്പൊടി ഇട്ടില്ല ഇടാ കൊക്കപ്പൊടി ഇടാ. പിന്നെ കുറച്ച് കൊക്കപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ. പിന്നെല്ലാം അളവ് അറിയുന്നുണ്ട്. നമ്മളെ കൈമേലിട്ടാക്കുന്നത്. കൈമേലിട്ടാക്കലാണ് നമ്മള് മെയിൻ. അതെ. അപ്പൊ ഞാനിത് കുറേ നാള് മുന്നേ ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ സാധനവും ഒത്തു കിട്ടൂല. അന്നേരം ഇതിപ്പോ ഇവരിങ്ങനെ ആക്കുന്ന കാണുമ്പോ നമുക്ക് ഇത്രേ പണിയുള്ളൂ ആക്കാണെല്ലാം വിചാരിക്കൂ. കുറച്ച് പണി കണ്ടിട്ട് കുറെ സമയങ്ങൾ തുടങ്ങിയിട്ട് അല്ലേ. ആ പഴം എടുക്കാൻ ഏറ്റവും വലിയ പണി ഇതിലേതാണ്? പഴം എടുക്കാനല്ലേ? പഴം എടുക്കാൻ. പിന്നെ മൈദ ഇട്ടിട്ട് ഗോതമ്പൊടി ഇട്ടിട്ട് ഇളക്കാൻ. അപ്പൊ തീയ വേണ്ടേ മോളെ? തീ വേണം മാമ. ഓ ഇനി കത്തിച്ച് കാച്ചടാ വെച്ചിട്ട് അത് നമ്മള് നോക്കിട്ട് പഠിക്കുക തന്നെ വേണം. നമുക്ക് സിമ്മില് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചാൽ നമ്മളെ പാൻ കേക്ക് റെഡി അല്ലേ ചേട്ടാ? എന്നോടാ ഇത് ABC എന്നോടോ? ഈ ABC അല്ലേ
അപ്പൊ നമുക്ക് 20 മിനിറ്റിൽ പാൻ ഇവിടെ വേണ്ട. ഇത് കുറച്ച് തീയെ കൂടുതലായി. ഇത് സീ ഫുഡാ എന്നാ അങ്ങനെ സീ ഫുഡ് കുറക്കാനാവില്ലേ ഇതിനകത്ത്? നമുക്ക് അത് നമ്മളെ കിട്ടൂല, അതുകൊണ്ട് അറിയാം. ശരിയാണ്. അപ്പൊ സിമ്മില് നമുക്ക് ഒരു 20 മിനിറ്റ് സിമ്മില് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 20 20 മിനിറ്റ് കരിഞ്ഞു പോവാ. അല്ല ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ്. 20 മിനിറ്റ് 1 മിനിറ്റ്. അല്ല ആദ്യം അങ്ങനെ തന്നെ അല്ലേ ചേട്ടാ? 1 മിനിറ്റ്. അമ്മ എന്തോ ആക്കില്ല ഇങ്ങുണ്ട് അവിടെ. നല്ല രസമുണ്ട് കാണാൻ. ബാക്കിലത്തെ സാധനം എല്ലാം ബ്ലർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല പ്രൊജക്ട് ചെയ്ത് നല്ല പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഇതിന്റെ ഷോർട്ട്സ് ഞാൻ ഇടാട്ടെ, എന്നിട്ട് ഒന്ന് കാണണേ. അതെ. ശരിക്കും ഇടപാട് കഴിഞ്ഞേട്ടാ ഇത് എടുത്തിട്ട് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതാണ് എല്ലാ പ്രൊഫഷണൽ. എല്ലാം 1 മണിക്കൂർ വീഡിയോ എടുക്കുന്നു, മൂടി പറഞ്ഞില്ല. എന്നിട്ട് എന്താ കിട്ടി നിങ്ങൾക്ക് കോഴി തുറക്കാണ്ട്? കുറച്ച് സമയം ഇങ്ങനെ നോക്കാം. ഇത് ഏലാൻ കുറച്ച് പണിയാണ്, പക്ഷെ ഏലാൻ കഴിഞ്ഞല്ലേ ആക്ടിങ് എല്ലാ പണിയും അങ്ങനെ തന്നെയാണ്. ആക്ടിങ് എല്ലാം വെച്ച് നോക്കുമ്പോ പക്ക. പക്ഷെങ്കിലോ അതാ നമ്മളെ വിളിച്ച കിടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഏകദേശം തുറക്കട്ടെ. നമ്മള് കൈക്ക് പൊന്തിനട്ട. ഇതിലെ കളറൊക്കെ ബ്രൗൺ കളർ. അപ്പൊ നമുക്ക് ന്യൂട്രൽ ഇട്ട് കൊടുക്കാം ചേട്ടാ. ഇത് ന്യൂട്രൽ ഇതില് ഇടുമ്പോ മെൽറ്റ് ആവും അല്ലേനോ? അതിന്റെ വായിലെല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു വീഡിയോ എടുത്ത് കണക്ക് പറഞ്ഞാൽ ഏകദേശം 5000-6000 വീഡിയോ എടുത്തു. 6000 വീഡിയോയിൽ നമ്മൾ വ്ളോഗ് ഉണ്ട്, 20 മിനിറ്റിൽ മേലെയുള്ള വ്ളോഗ് ഉണ്ട്, 1 മിനിറ്റിലുള്ള ഷോർട്സ് ഉണ്ട്. 1 മിനിറ്റിലെ ഷോർട്സ് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മളത് 1 മിനിറ്റിലേക്ക് ചെറുതായി കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും വീഡിയോകൾ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം മൊബൈൽ ഫോണിലാണ്. ഇത്രയും കാലമായിട്ട് അതിലൊരു വർഷത്തോളം ഞാൻ ഐഫോൺ ഉപയോഗിച്ചു. ബാക്കി ഫുള്ളായിട്ട് എൻ്റെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണിൽ ഉപയോഗിച്ചു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്ര 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷം ആ ആപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു ക്യാമറ സത്യത്തിൽ കൊണ്ടുവരുന്നത് അതായിട്ട്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയയും കാര്യമൊന്നുമില്ല, വലിയ ടെക്നിക്കലായിട്ടുള്ള കഴിവ് അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ല നമുക്ക്. ഫോണിലിടാനും ചെറിയ നമുക്ക് മറ്റേ ആൻഡ്രോയിഡിന്ന് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ട് എങ്ങനെ ഇതാക്കണേ. അതുപോലെ തന്നെ ക്യാമറയിലേക്കും ഇതാകും. അപ്പൊ നമ്മൾ ആ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് നാളെ കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം നമുക്ക് ഭയങ്കര ഭയം, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സെറ്റ് ആവുന്ന വിചാരിക്കുന്നത്. നല്ല വീഡിയോകൾ, നല്ല ശ്രദ്ധിച്ചിന്റെ ലൈറ്റിലെ വീഡിയോകൾ, നല്ല ഷോർട്സുകൾ, അങ്ങനെ ഫുഡ് എല്ലാം നമ്മൾ ക്യാമറ വെച്ചിട്ട് എടുക്കണം ആഗ്രഹമുണ്ട്. ആവുമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. തീർച്ചയായിട്ടും ആവും. അപ്പൊ നമുക്ക് ഇത് തിന്നോണ്ട് നമുക്ക് കേക്ക് മുറിയിലേക്ക് പോവാം. തിന്ന ഒരു ഭാഗ്യം അല്ലേ ചേച്ചി? കറക്റ്റ് കേക്ക് മുറിക്കാൻ നമുക്ക്. സീമേ ഹായ്. ചേച്ചി അപ്പൊ മരുന്നാക്കുന്നത്? മരുന്ന് ആക്കാം നമുക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആക്കാം ഒരു ദിവസം. അതെ. പിന്നെ ആവശ്യക്കാരെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ കവിത ഇപ്പം മെലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരുന്ന് എങ്ങനെയാ മരുന്ന് അങ്ങനെ തടിക്കൊന്നുമില്ല. കവിത കുറച്ച് തടിക്ക് ശക്തി കിട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അഥവാ ആരെങ്കിലും അങ്ങനെ നമ്മളെ കുടുംബത്തിൽ ഇപ്പം അനിയത്തിക്ക് വേണം, കവിതക്ക് വേണം, പിന്നെ ഞാനും കുറച്ച് അങ്ങനെ പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് എനിക്കും വേണം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവർ ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ കുടുംബത്തിലുള്ള ആക്കുന്നുണ്ട്. കുറച്ച് വേണമെങ്കിൽ, അതായത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഉണ്ടാവുമല്ലോ. അവർക്ക് പിന്നെ ടൈമിങ്സ് ഉണ്ടല്ലോ, അതേപോലെ തിന്നാനും വേണം ഭാഗ്യം. മരുന്ന് അമ്മക്കും വേണമെന്ന് നമ്പർ അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ കൊടുത്തിട്ടുണ്ടായിന്. അല്ലെങ്കിൽ അല്ല കമന്റിൽ പറഞ്ഞു. ഇന്ന് നമ്മളാക്കി കേൾക്കണ്ട. വല്യമ്മക്ക് ഉമ്മ നാണം കിടാൻ ഒരു ഭാഗ്യം വേണം ചേച്ചി. കാത്തിക്കല്ലേ ചേച്ചി, കാത്തിക്കല്ല മുറിക്കാം. ആ സമയത്ത് ചേച്ചി ഇങ്ങനെ കണ്ടുപിടിച്ചേ. ഇതുണ്ടല്ലോ,
രാവിലെ വിളിച്ചിട്ട് എൻ്റെ ഋത്തിക്ക് എന്നോട് ചോദിക്കുക അന്ന് കൊണ്ടുവന്നേരം ഋത്തിക്കിന് ചുള കിട്ടിയിട്ടില്ല പോലും. വല്യമ്മേ എനിക്ക് പഴുത്ത ചുളയുണ്ടാവുകയെന്ന്. എനിക്ക് ആ ഏട്ടൻ്റെ പ്ലാവിൻ്റെ മേലെ പോയി എന്നിട്ട് ഞാൻ പറിച്ചിട്ട് ഇരിഞ്ഞിട്ടിട്ട് കൊണ്ടുവന്നു ഞാൻ. കവിന്റെ കേക്ക് 2ാം സ്ഥാനത്തേക്ക് പോവാ. കഴിഞ്ഞാൻ വരുമ്പോഴൊക്കെ അമ്മമ്മ ക്യൂ നിന്നിയാ ഞാൻ മനസ്സിലാ കേക്ക് ആക്കി നമുക്ക് അതിന്റെ ആളെത്തുന്നു. അല്ല മണം പിടിച്ചിട്ട് ഞാൻ കൊണ്ട് എടുത്താൽ നീ മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഗോതമ്പൊടി ആയിക്കൊണ്ടില്ലേ മൈദന്റെ അത്ര ടേസ്റ്റ് പക്ഷെങ്കിൽ നല്ല സംസാരിക്കും. ആ ഗോതമ്പൊടിയും ചായ വാർത്തല്ലേ എന്റെ മോനെ എനിക്ക് തരുന്നുണ്ടേ. ഋത്തിക്കിനെ പോലെ തിന്നാത്ത മുമ്പ് നല്ല രസമുണ്ട്. ഞാൻ കവിന്റെ എന്തായാലും ആന്ന് പറയണല്ലോ. രസമുണ്ട്. പക്ഷെ ഗോതമ്പിന്റെ ചോയ അങ്ങനെ ഉണ്ട് അല്ലേ? ഗോതമ്പാന്നുള്ള തിരിയുന്നു അത്രേ ഉള്ളൂ. അടിപൊളിയാണ്. ബാക്കി ആ മധുരം ഭയങ്കരമായിരുന്നു. ഇതിന്റെ ഒരാളെ ടേസ്റ്റ് എല്ലാരും തിന്ന് കാണിച്ചിട്ടോ. നമ്മളാക്കണ്ടല്ല അതുപോലെ പല്ലോ പ്രവാസന്തി അതാ എന്റെ പേര് അങ്ങനെയാണ്. അതാണ് ആളുകൾ ചോദിച്ചു ചോദിച്ചു വാങ്ങും. പക്ഷെ ഇത് കണ്ടവല്ല നല്ല വരവുണ്ടല്ലേ മോളെ. നിലത്തിലിരുന്നിട്ട് വന്നേട്ടാ. മാമിനെ അതിന് പറഞ്ഞ് മാമിയെ വാസന്തിനെ പറഞ്ഞു ഇവിടെ രശ്മി ഇവിടെ വന്നേരാ എന്റെ പേര് രശ്മി അനുലക്ഷ്മി അമ്മ ചളി ചളി ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വകയൊന്നുമില്ല. ഇതെന്തോ തിന്നു. ഇതെന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കവിത ആക്കിയിരാന്നോ അല്ല ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാന്നോ പറയാം. ഇനി ബിജു പറഞ്ഞു കൊടുത്തിട്ടാണോ? അതല്ല ഇതായിട്ട് തിന്നോണ്ടാണോന്നും അറിയില്ല. വന്ന പാടല്ല റെഡി ആയിട്ട് തിന്നോണ്ടാണോന്നും അറിയില്ല. ഭാഗ്യം വല്ലാതെ ഭാഗ്യം കേട്ടാ. ടേസ്റ്റ് ഒരു അപ്പം കൂടെ ആക്കാറുണ്ട് കുറച്ച് കഴിഞ്ഞാകുമ്പോ. ചക്ക ഇനി അത് ഇന്നില്ല, അത് നാളെ. അത് അമ്മേന്റെ വകയല്ലേ ഒരു ഇഡലി അപ്പാക്കോ. ഞാൻ എനിക്ക് വെറിയുണ്ട് എത്രയ്ക്കെല്ലാം തിന്നില്ല. അമ്മേന്റെ വക ചക്കപ്പം. ചക്കപ്പം അതായില്ല. നാളെ ആവുമെന്ന് അറിയില്ല. ചക്ക പോയിക്കട്ടെ. ഇഡലി ആക്കുന്ന അപ്പൊന്നല്ല ഇഡലി അത് നല്ല രസമുണ്ട്. ഇത് വന്നെ നമ്മൾ ഇഡലി പാത്രത്തിലാക്കിട്ട് ആക്കി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം ഞായറാഴ്ച എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചും കൊണ്ട് ചേച്ചിയും വരും. ചേച്ചിയും വരും. ഓളെപ്പം വരുമ്പോ ഒരു കണിക്കാഴ്ച കറുക്ക വാറ് അത് ഇതെല്ലാം ആയിട്ട് ഉണ്ടാവും. നമ്മള് എല്ലാ വർഷവും ഉണ്ടാക്കലുണ്ട്. കർക്കിടക മാസത്തെ പ്രസവരക്ഷ മരുന്ന് മഴ ഇപ്പല്ലേ ഉണ്ടായേ. ഇനിയിപ്പോ നമുക്ക് ഉണ്ടാക്കണം. ഈ അടുത്ത് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പിന്നെ വേണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കാം. ഇല്ലേ പിന്നെ നമുക്ക് മാത്രം ഉണ്ടാക്കും. കൊതുകെല്ലാം കടിച്ച് എന്റെ ചോദ്യം ദേഷ്യം പറ്റുന്നോണ്ട് കുറച്ച് മരുന്ന് എനിക്ക് വേണം കേട്ടാ. ചേച്ചി ഓരോ കാരണങ്ങൾ മരുന്ന് തന്നാ മതി. അല്ല കൊതുകുണ്ടോ ഭയങ്കര. നമ്മളിവിടെ റബ്ബർ തോട്ടമായോണ്ടല്ലേ കൊതുകുണ്ട്, ഭയങ്കര കൊതുക. പറഞ്ഞു ചേച്ചി. അപ്പോൾ കമൻറ്റ് കിട്ടിയിട്ടാകുമ്പോൾ മരുന്ന് ഉണ്ടാക്കാൻ തോന്നുമല്ലേ. അപ്പോൾ കുറച്ച് എങ്ങനെയാന്ന് വിചാരിച്ചാൽ ചേച്ചി എപ്പോൾ ആക്കുന്നത്? ബുധനാഴ്ചയാ? മഴേൻ്റെ ഈ സമയത്ത് കഴിക്കേണ്ടത്. അതെ, എന്നാ പിന്നെ ചൊവ്വാഴ്ച ആക്കിയല്ലോ. എന്നാലേ കർക്കിടക മാസം ആയില്ലേ? 17-ാം തീയതിയാണോ കർക്കിടക 1 തുടങ്ങുന്നു. തേറ്റാവരിൽ അയമോദകം എന്നെല്ലാം പറഞ്ഞിട്ട് 17 ചതുർപ്പാന്നെല്ലാം പറ്റില്ലേ? ചതുർപ്പ്യ 27 ഇനം മരുന്നുകൾ ചേർത്തിട്ട് നമ്മളെ വെല്ലോ തേങ്ങാപ്പാൽ 28, 29, 30 ഉണ്ടാവും അല്ലേ? ചേർത്ത്. അതെ, അങ്ങനെയാണ്. അപ്പോൾ സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഉണ്ടാക്കാൻ ഞാൻ അപ്പോൾ നമ്മൾ പ്രസവിച്ച മരുന്ന് അങ്ങനെ വീഡിയോ നാളെ കഴിഞ്ഞ് മരുന്നാൾ വരും ചേച്ചി.
അതെ അടുത്ത വീഡിയോ അതായിരിക്കും. ആഴ്ചയായിട്ട് ആക്കാനാണ് ഇതിന് കുറച്ച് പണിയുണ്ട്, കാരണം സാധനം എല്ലാം വാങ്ങി വൃത്തിയാക്കി എല്ലാ സാധനം എല്ലാം വാങ്ങി പൊടിച്ച് വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആക്കുമ്പോ ഞാൻ തേങ്ങ ഇടുന്ന് ചരിച്ചെടുത്തിട്ട് പോയിരുന്നു. അതെ ഇതാണ്ടാ നിങ്ങൾ ആ മിറ്റൽ അടിച്ചു തുടങ്ങി ആൾക്കാർ. വൈകുന്നേരമായ മിറ്റടിക്കണം. അത് അവന്റെ മോൻ കണ്ട അടിക്കുന്നണ്ട. അടിച്ചോ അടിച്ചോ ഇല്ല അടിക്കണ്ട. അവരെല്ലാം കളിക്കുമ്പോ എന്റെ മോൻ കണ്ട വീട് വൃത്തിയാക്കി വന്നു. അപ്പൊ ചെന്ന മറ്റന്നാൾ നമുക്ക് എച്ചിന്റെ മരുന്നാക്കുന്നത് കാണാം. ആർക്കെങ്കിലും കുടുംബത്തിൽ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അധികമാക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. എത്തിക്കാം. അഡ്രസ്സും കാര്യങ്ങളെല്ലാം പിന്നെ അയച്ചാൽ മതി. അത് നമ്മൾ അന്ന് ആ സമയത്ത് പറയാം. എന്തായാലും 2, 4, 6, 8, 10, 12 കിലോ റെഡി ആയില്ല. ഇപ്രാവശ്യം ലീനക്കും വേണല്ലോ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും അവർക്ക് കൊടുക്കുന്ന തന്നെയല്ലേ. അപ്പോൾ നമുക്ക് പുതിയ വിശേഷമായിട്ട് ഇന്നൊരു ചെറിയ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. പുതിയ വിശേഷം നാളെ വരാം. അതിലായിരിക്കും ഓടി ഓടി പോണേ ഓടി ഓടിയോ.